വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഒത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലബ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം അടിപൊളി റെസിപ്പിയാണ്, ഒരുപാട് പേർക്ക് ഇഷ്ടമായിരിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് ക്ലബ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലബ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ്റെ ഫില്ല് എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ഇറച്ചി പീസാണ് വേണ്ടത്. അതിലോട്ട് സോയ സോസും കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ മാരിനേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം, പക്ഷേ ഇതാണ് ഏറ്റവും ലൈറ്റായിട്ടുള്ള മാരിനേഷൻ. ബ്രെഡിൻ്റെ കൂടെയുള്ള എന്ത് ചിക്കൻ ഐറ്റംസ് ആക്കുമ്പോഴും ലൈറ്റ് മാരിനേഷനാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്കിത് വേണമെങ്കിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പം ഒന്ന് ഷാലോ ഫ്രൈ ആക്കുവാണ്, ഒന്ന് ഗ്രില്ലാക്കിയ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറഞ്ഞ ഓയിലിൽ ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഗ്രില്ലാക്കിയ ലുക്കിൽ വരുത്തിക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എയർ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അത് സെയിം. അപ്പം ആ ഒരു ടേസ്റ്റിൽ അതിൻ്റേതായ വ്യത്യാസം ഉണ്ടാവും, എയർ ഫ്രൈ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വേവിച്ചെടുക്കുമ്പോഴൊക്കെ കേട്ടോ. അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടുള്ള സോസ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് മൈനീസ് അതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അത് രണ്ടും മാത്രമാണ് നമ്മളിതിലോട്ട് ചേർക്കുന്ന സോസുകൾ കേട്ടോ. വല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സിമ്പിളാക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സോസുകളൊക്കെ നിങ്ങൾക്ക് വ്യത്യസ്തമാക്കാം. അപ്പോൾ അത് ഫ്രൈങ് പാനിൽ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ടൊക്കെ നമ്മുടെ ചിക്കൻ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മുമ്പ് ഞാൻ ഈ ക്ലബ് സാൻഡ്വിച്ച് ഷെയർ ചെയ്ത സമയത്ത് അതിൽ ചിക്കൻ വേവിച്ചിട്ടായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ച് ഹെൽത്തി ആയിട്ട് നോക്കുന്നവർക്ക്, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ വേവിച്ചിട്ടും ചെയ്യാം കേട്ടോ, ഫ്രൈ ആക്കാണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 2 മുട്ട എടുക്കുന്നുണ്ട്. ഞാൻ ഈ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുള്ള പാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് മുട്ട ഒന്ന് ഫ്രൈ ആക്കുന്നത് കേട്ടോ. ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ. അപ്പോൾ 2 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി, ഉപ്പൊന്നും അധികം ആവരുത് സ്നാക്സിൽ. അപ്പം ആ സെയിം പാനിലോട്ട് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് മുട്ട 2 ആയിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. പിന്നെ ഭയങ്കര കട്ടിയാക്കിയിട്ട് ഫ്രൈ ആക്കണ്ട, മുട്ട കുറച്ച് തിന്നാക്കിയിട്ടും ആക്കണ്ട, ഒരു മീഡിയം തിക്നെസ്സിൽ ചെയ്തെടുക്കുക. എന്നാലേ ആ ഒരു ടേസ്റ്റിൽ നമ്മൾ മുട്ട കഴിക്കുന്നുണ്ടെന്ന് തോന്നാൻ പാടില്ല, എന്നാൽ മുട്ടയുടെ ഒരു ഫ്ലേവർ വേണേനും. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ 2 മുട്ടയും സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ആക്കിയെടുക്കുക. അപ്പോൾ ക്ലബ് സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത് കുറേ ലെയേഴ്സൊക്കെ ഉള്ള ഒരു സാൻഡ്വിച്ച് അല്ലേ. അപ്പം ആ ഓരോ ലെയേഴ്സിലും വെക്കാനാണ് നമ്മൾ ഇത്രയും സംഭവങ്ങളൊക്കെ ചേർക്കുന്നത് കേട്ടോ. അപ്പം ഓംലെറ്റ് 2 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി എടുക്കുകയാണ്. അത് നമ്മൾ ഈ ക്ലബ് സാൻഡ്വിച്ചിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് നമുക്ക് തരാറുണ്ടല്ലോ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ അതിനായിട്ടാട്ടോ, അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് വെക്കാനല്ല, സൈഡായിട്ട് വെക്കാനാണ്. വേണമെങ്കിൽ മതി, ജസ്റ്റ് ഒരു പ്ലേറ്റിങ്ങിൻ്റെ സമയത്ത് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേരുവകളൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി കക്കരി എടുത്തിട്ട് വളരെ തിന്നാക്കിയിട്ട്, നമ്മൾ കഴിക്കേണ്ടതെന്ന് തോന്നാൻ പാടില്ല, പക്ഷേ ആ ക്ലബ് സാൻഡ്വിച്ചിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കക്കരി ഇതാ ഭയങ്കര തിന്നാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കക്കരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളിയും വളരെ തിന്നാക്കിയിട്ട്, മാക്സിമം തിന്നാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. റൗണ്ടിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, അതും ഒരുപാടൊന്നും വേണ്ട കേട്ടോ. അപ്പം നമ്മുടെ ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതുപോലെ ഇനി നമ്മൾ ഓംലെറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ബ്രെഡിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. അതൊക്കെ നമ്മൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇഷ്ടമുള്ള പീസാക്കിയിട്ട് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ സെയിം സൈസിൽ തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ബ്രെഡ് അവിടെ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മൾ എന്ത് കഴിക്കുമ്പോഴും അതിൻ്റേതായ ഒരു ഭംഗിയിൽ കഴിക്കുമ്പോഴല്ലേ രസം. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഒട്ടും നിർബന്ധമില്ല. നിങ്ങൾക്ക് മുട്ട 4 പീസാക്കി കട്ട് ചെയ്തിട്ട് ബ്രെഡിൻ്റെ അകത്ത് സാൻഡ്വിച്ച് പോലെ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചിക്കൻ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഭയങ്കര ഹാർഡായിട്ടുള്ള പീസ് പാടില്ല, കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പം ചിക്കൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ആദ്യം നമുക്ക് ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ബ്രെഡ് നമുക്ക് ചൂടാക്കാണ്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്ലബ് സാൻഡ്വിച്ചിൻ്റെ ആ ലുക്ക് പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു സാൻഡ്വിച്ച് നമ്മൾ 3 ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം സൈഡൊന്നും ആദ്യം കട്ട് ചെയ്യണ്ട, ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരുമുരാ വരും. ആ സമയത്ത് പാനിന് എടുത്ത് മാറ്റുക, വല്ലാണ്ട് ഹാർഡാക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ 3 ബ്രെഡും ഞാനിങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് നെയ്യിൽ ഫ്രൈ ആക്കിയൊന്നും എടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി.
എന്നിട്ട് ഇങ്ങനെ പരത്തി വയ്ക്കുക കേട്ടോ. മൂന്നിലും നമ്മൾ ഈ സോസ് ഉണ്ടല്ലോ, ടൊമാറ്റോ സോസും ടൊമാറ്റോ കെച്ചപ്പും മയോണൈസും കൂടി മിക്സ് ചെയ്തുള്ള സോസ്, മൂന്നിലും കുറേശ്ശെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓരോ ലെയേഴ്സിലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു വൃത്തി ഉണ്ടാവും. അപ്പം ഞാൻ മിഡിൽ ലെയറിൽ ആദ്യം ഓംലെറ്റ് വെച്ച് കൊടുത്തു, അതിൻ്റെ മുകളിൽ ക്യൂക്കുംബർ വെച്ച് കൊടുക്കുന്നത്. അതും ആ ഒരു വൃത്തിയിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ അത് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഒരു ബ്രെഡിൻ്റെ സാൻഡ്വിച്ച് നമ്മൾ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് ചാടാണ്ടിരിക്കാൻ വേണ്ടി വൃത്തി തന്നെ വെക്കും വേണം കേട്ടോ. അപ്പോൾ 3 സ്ലൈസ് തക്കാളിയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെഡാർ ചീസാണത്, ചീസിൻ്റെ സ്ലൈസ്, അതായത് സാൻഡ്വിച്ച് ചീസ് എന്ന് പറഞ്ഞിട്ട് തന്നെ കിട്ടും. അപ്പം അത് ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് വെച്ചാൽ ഇങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിനിയിപ്പം അത് കുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്രെഡിൻ്റെ അറ്റത്തെ ബ്രെഡിൽ ഞാൻ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റത്തെ ബ്രെഡിൽ ഞാൻ ആദ്യം ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിന് മുകളിൽ നമ്മൾ ചിക്കന് കുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഫ്രൈ ആക്കിയത്, കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ബ്രെഡ് വെക്കുമ്പോൾ തിരിച്ച് 3 കൂടി ഒരുമിച്ച് ലെയർ വെക്കുമ്പോൾ മേലേക്ക് വെക്കണം കേട്ടോ. അതായത് ഇപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഈ ഒരു ലെയർ മിഡിൽ പോർഷനിൽ വരുന്ന രീതിയിൽ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. തിരിച്ച് വെക്കേണ്ട, നേരെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഈ ചീസിൻ്റെത് തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ചിക്കനും എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. വേണമെങ്കിൽ ആദ്യം തന്നെ സൈഡ് കട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് സൈഡ് കട്ട് ചെയ്യുമ്പോൾ കണ്ടോ ആ ഒരു വൃത്തിയിൽ കിട്ടും. ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വെജിറ്റബിൾസൊക്കെ നല്ല ഭംഗിയിൽ കട്ടാക്കി കിട്ടും. അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ജസ്റ്റ് ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ ചിലപ്പം ബ്രെഡ് ഇങ്ങനെ ഒന്ന് സോഫ്റ്റായിട്ട് പോവുകയും ചെയ്യും. വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് കേട്ടോ. പിന്നെ ടോസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടോസ്റ്റൊക്കെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതിനൊന്നും നിൽക്കുന്നില്ല. ഇതാണ് ടേസ്റ്റ്, ഇതാണ് ഭംഗി കാണാൻ. ചില സമയത്ത് ക്ലബ് സാൻഡ്വിച്ച് കിട്ടുമ്പം ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടായിരിക്കും കിട്ടുന്നത്. ചില സമയത്ത് ഇങ്ങനെ വൈറ്റ് ബ്രെഡായിട്ടാണ് കിട്ടുന്നത്. അപ്പം അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് ടോസ്റ്റ് ചെയ്തിട്ട് പിന്നെ അതാ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യുമ്പോഴാണ് അതിൻ്റേതായ ടേസ്റ്റ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഞാൻ 2 രീതിയിലും ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ റെസിപ്പിയിൽ ലാസ്റ്റ് ടോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം നേരെ വെച്ച് കൊടുക്കുകയാണ്. 4 പീസാക്കിയിട്ട് ഒരു ബ്രെഡ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല മൊഞ്ചാണ് കാണാൻ. ആ ഒരു ടൊമാറ്റോയും അതുപോലെ ക്യൂക്കുംബറും പിന്നെ നമ്മൾ ചിക്കനും ചീസും എല്ലാം കൂടി ഇങ്ങനെ വരുമ്പം നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഈ ക്ലബ് സാൻഡ്വിച്ച്. അപ്പോൾ ഞാൻ 2 ക്ലബ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയത്. അതായത് 6 ബ്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റത്തേൽ 3 ബ്രെഡ്, രണ്ടാമത്തേൽ 3 ബ്രെഡ്, അത്രയും സാൻഡ്വിച്ചാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അപ്പം നമ്മൾ നോമ്പൊക്കെ തുറന്ന ശേഷം ആണ് ഈ ഒരു ചായയുടെ കൂടെയാണ് ഇത് കഴിക്കുന്നത് കേട്ടോ. അപ്പം ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ക്ലബ് സാൻഡ്വിച്ചിൻ്റെ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും, ഉറപ്പാണ്. അപ്പം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.